2019 ജൂലൈ 14 ലിപുലേഖ് ചുരത്തിലൂടെ അന്താരാഷ്ട്ര അതിർത്തി മുറിച്ചു കടന്ന് ടിബറ്റിലേക്ക് പ്രവേശിക്കുന്ന ദിവസം. ഈ ദിവസത്തിനു വേണ്ടിയായിരുന്നു യാത്രികർ എല്ലാ ഊർജവും സംഭരിച്ചു വെച്ചത്. രാത്രി 12:30 തന്നെ കൂടാരങ്ങളിൽ പ്രകാശം തെളിഞ്ഞു. പുലർച്ചെ 2 മണിക്ക് യാത്ര തുടങ്ങണം. രാവിലെ 7:30 അതിർത്തി മുറിച്ചു കടക്കേണ്ടതുണ്ട്. നവീധാങ്ങിലെ മരം കൊച്ചുന്ന തണുപ്പിൽ കമ്പിളിത്തരങ്ങളിൽ ഏവരും സ്വയം സുരക്ഷിതരായി. അരമണിക്കൂറിനകം ക്യാൻറ്റീനിൽ ആവി പറക്കുന്ന ചായയും കോൺഫ്ലേക്ക് വറുത്തതും തയ്യാറായി കഴിഞ്ഞിരുന്നു. ആദ്യം പുറപ്പെടേണ്ട കാൽനടക്കാരെല്ലാം ഒരു ഭാഗത്ത് ഒത്തുകൂടി. ലൈസൺ ഓഫീസർ വിസിൽ മുഴക്കിയതോടെ ഹെഡ്ലാമ്പും ടോർച്ചും കത്തിച്ച് എല്ലാവരും സംഘം ചേർന്ന് നീങ്ങാൻ തുടങ്ങി. ടോർച്ച് വെളിച്ചം പതിക്കുന്ന കാൽക്കീഴിലൊഴികെ ബാക്കി എല്ലായിടത്തും ഇരുട്ട് കരിമ്പടം പുതച്ചിരിക്കുന്നു. വലതുഭാഗത്ത് താഴ്ചയിൽ അരുവിയുടെ കളശബ്ദം കേൾക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ പാത നെടുകെ ഭേദിച്ച് നീരുറവകൾ താഴെ അരുവിയിലേക്ക് കുതിച്ചു പായുന്നു. ഷൂ നനയാതെ അവ മുറിച്ചു കടക്കുക പ്രയാസം. കിഴക്ക് വെള്ള കീറി തുടങ്ങിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് ദൂരെ അങ്ങിങ്ങായി അവ്യക്തമായ ചില വെളുത്ത പാടുകളായിരുന്നു. മൺകൂനകളോ ചുണ്ണാമ്പുകല്ലുകളോ ആയിരിക്കുമെന്ന സംശയം വഴിയിൽ പ്രകാശം പരക്കുന്നതുവരെ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. താഴെ പെയ്തു കിടക്കുന്ന മഞ്ഞുതരികളാണവ. ഇടത്തും വലത്തും മുന്നിലും പിന്നിലുമെല്ലാം വെളുവെളുത്ത മഞ്ഞിൻ ചിത്രങ്ങൾ പതിഞ്ഞു കിടക്കുന്നു. മഞ്ഞു പുതച്ച പർവ്വത ശിഖരങ്ങളെ കൊതിയോടെ താഴെ നിന്ന് നോക്കി നിന്നിരുന്നു. അവിടെയാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. താഴെ നിന്ന് നോക്കിയാൽ പർവ്വത ശിഖരത്തിൽ വരയും കുറിയും വൃത്തവും ദീർഘവൃത്തവുമായി കിടക്കുന്ന മഞ്ഞിൻ ശകലങ്ങൾ അനുസരണയോടെ ഇതാ കാൽക്കീഴിൽ കിടക്കുന്നു. ദിവസങ്ങളെടുത്താണെങ്കിലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു പർവ്വതാരോഹണമാണ് എന്ന് ബോധ്യപ്പെട്ട നിമിഷങ്ങളായിരുന്നു അവ. നടവഴിയിൽ തെല്ലിട നിന്ന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കി. ഉയർന്ന പർവ്വതങ്ങൾ എങ്ങും കാണുന്നില്ല. അതെ, ഇന്ത്യൻ ഭാഗത്തെ ഏറ്റവും ഉന്നതമായ പർവ്വത ശിഖരത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ചിലപ്പോൾ തൊട്ടടുത്ത് ഒരു വെള്ളിരേഖ പോലെ, അല്ലെങ്കിൽ അല്പം ദൂരെ ഒരു തടാകം പോലെ മഞ്ഞ് വീണ് കിടക്കുന്നു. ചില മഞ്ഞുപാളികളാകട്ടെ എന്റെ സാമ്രാജ്യമാണ് ഇതെന്ന കണക്കിൽ വഴിക്ക് കുറുകെ വിലങ്ങടിച്ചു കിടക്കുന്നു. പെയ്തിട്ട് അധിക സമയമായിട്ടില്ലാത്ത മഞ്ഞുകണങ്ങൾ ഉപ്പുതരികൾ പോലെ താഴെ പരന്നു കിടക്കും. അല്പം കഴിഞ്ഞ് അവ ഉറച്ച് മഞ്ഞുപാളികളായി മാറും. മഞ്ഞുപാളികൾ പതുക്കെ പതുക്കെ ഉരുകി അരുവികളായി താഴേക്ക് ഒലിച്ചിറങ്ങും. ഇടയ്ക്കെപ്പോഴോ റോഡ് അവസാനിച്ച് പരുക്കൻ നടവഴിയിലേക്ക് കയറിയിരുന്നു. ഇന്നത്തെ നടത്തം ഒട്ടും അനായാസമായിരുന്നില്ല. ഊർജം മുഴുവൻ ചോർന്നു പോകുന്നുവോ എന്ന തോന്നലിനെ ബദാം പരിപ്പും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൊണ്ട് പ്രതിരോധിച്ചു. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് നന്നേ കുറവായിരുന്നു. എത്ര ആഞ്ഞു വലിച്ചിട്ടും ശ്വാസം കിട്ടാത്ത പ്രതീതി. മറ്റു ദിവസങ്ങളിലെ കാൽനടയെ അപേക്ഷിച്ച് ഇന്നത്തെ ട്രെക്കിംഗ് സമയബന്ധിതമാണ്. രാവിലെ 7:30 മുമ്പായി അതിർത്തിയിൽ റിപ്പോർട്ട് ചെയ്യണം. ഇതായിരുന്നു ഏവരെയും ആശങ്കപ്പെടുത്തിയത്. കാണെ പരിസരങ്ങളിൽ മഞ്ഞ് കനത്തു വന്നു. ദൃഷ്ടി എത്തുന്നിടത്തൊക്കെ മഞ്ഞ് മാത്രം. അന്തരീക്ഷമാകെ മഞ്ഞിൻ കണികകൾ പടർന്ന് ദൃഷ്ടി പാതി മറഞ്ഞിരിക്കുന്നു. ഏതാനും അടികൾ കൂടി നടന്നപ്പോൾ മഞ്ഞിന്റെ അനന്തതയാണ് മുന്നിൽ. മഞ്ഞുപാടം, മഞ്ഞു തടാകം, അല്ലെങ്കിൽ മഞ്ഞിന്റെ വിശാലമായ ഒരു കടൽ. മഞ്ഞിന്റെ സാന്നിധ്യമില്ലാതെ ഹിമാലയൻ യാത്രകൾ പൂർണ്ണമാകുന്നില്ല. തീക്ഷ്ണമായ അനുഭവങ്ങളിൽ മുങ്ങി നിവരാതെ ഹിമാലയൻ യാത്രകൾ പൂർത്തീകരിക്കാനും കഴിയില്ല.
മഞ്ഞിലൂടെ നടക്കുമ്പോൾ തെന്നി വീഴാതിരിക്കാൻ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ചെറിയൊരു അശ്രദ്ധ പോലും യാത്ര പാതി വഴിയിൽ അവസാനിപ്പിക്കാൻ കാരണമാകും. ഊന്നുവടിയും കുത്തി തെന്നി വീഴാതെ ഒരു സർക്കസുകാരന്റെ മെയ്വഴക്കത്തോടെ മഞ്ഞിലൂടെ നടക്കുമ്പോൾ എത്ര ദൂരം ഇങ്ങനെ നടക്കേണ്ടി വരുമെന്ന് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. ഉറുമ്പുകൾ വരിവരിയായി നീങ്ങുന്ന പോലെ യാത്രികർ അടിവെച്ചടിവെച്ച് ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അവരുടെ കാലടിപ്പാടുകൾ മഞ്ഞിൽ ഒരു നേർരേഖ വരച്ചു ചേർത്തു. ഇന്ത്യയെയും ടിബറ്റിലെ പുരാങ് നഗരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാണിജ്യ പ്രാധാന്യമുള്ള പർവ്വതച്ചുരമാണ് ലിപുലേഖ് പാസ്. ഇന്ത്യയിലെയും നേപ്പാളിലെയും കച്ചവടക്കാർ പരമ്പരാഗതമായി ഉപയോഗിച്ചു പോന്ന പാതയായിരുന്നു ഇത്. എല്ലാ വർഷവും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഈ പാത കച്ചവടത്തിനും കൈലാസയാത്രയ്ക്കുമായി തുറന്നുകൊടുക്കുന്നു. കൈലാസയാത്രയുടെ പരമ്പരാഗത പാതയും ഇതുതന്നെയാണ്. കഠിനമായ മലകയറ്റം എപ്പോൾ അവസാനിക്കുമെന്ന് ചിന്തിക്കവേ മുന്നിൽ മഹാമേരു പോലെ ഒരു മല പ്രത്യക്ഷപ്പെട്ടു. കിതച്ചും വലിച്ചും മുകളിലെത്തിയ ശേഷം താഴേക്ക് ഒന്നു നോക്കി. മഞ്ഞും കോടയും ഇടകലർന്ന് എങ്ങും ധവളവർണ്ണം മാത്രം. ചെങ്കുത്തായ ചെരുവിൽ വീതി കുറഞ്ഞ പാതയിലൂടെയാണ് കയറ്റം. യാത്രികരെ ഇറക്കിയ ശേഷം കുതിരകളും കുതിരക്കാരും ചുരമിറങ്ങി തിരിച്ചു പോകുന്നു. അവരുടെ സേവനം താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് യാത്രികരെ സഹായിക്കുന്നത് ചൈനീസ് കുതിരക്കാരും പോർട്ടർമാരുമാണ്. അവസാനം ലിപുലേഖ് ചുരത്തിന്റെ ഉച്ചകോടിയിൽ യാത്രികർ എത്തിച്ചേർന്നിരിക്കുന്നു. അക്കാണുന്ന കോൺക്രീറ്റ് വരമ്പ് അന്താരാഷ്ട്ര അതിർത്തിയും താഴെ ചൈനയുടെ ഭാഗമായ ടിബറ്റുമാണ്. തണുപ്പിന്റെ കാഠിന്യം കൊണ്ടും അന്തരീക്ഷ മർദ്ദത്തിലെ വ്യതിയാനം കൊണ്ടും ചിലർ ഛർദ്ദിക്കാൻ തുടങ്ങിയിരുന്നു. ചിലർ മരവിപ്പ് മാറ്റാൻ കൈകാലുകൾ കൂട്ടി തിരുമുകയും ചെറുതായി ജോഗിംഗ് നടത്തുകയും ചെയ്യുന്നു. മഞ്ഞും മൂടൽമഞ്ഞും ഇടകലർന്നു കിടക്കുന്ന പാതാളം പോലൊരു അഗാധതയാണ് താഴെ. 1 മണിക്കൂറോളം മേലെ കനത്ത മഞ്ഞിൽ കാത്തു നിൽക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. ശേഷം 3 വാഹനങ്ങൾ താഴെ വന്നു നിൽക്കുന്നത് അവ്യക്തമായി കാണാൻ കഴിഞ്ഞു. ലിപുലേഖ് ക്രോസിംഗിന് സമയമായിരിക്കുന്നു. ഇരുദിശയിലേക്കും പോകുന്ന കൈലാസയാത്രികർ ഒരേ സമയം ചുരം മുറിച്ചു കടക്കുന്ന പ്രക്രിയയാണ് ലിപുലേഖ് ക്രോസിംഗ്. 7ാം ബാച്ചായ ഞങ്ങൾ കണ്ടുമുട്ടിയത് കൈലാസ ദർശനം കഴിഞ്ഞ് തിരികെ വരുന്ന 5ാം ബാച്ചിനെയായിരുന്നു. ഇരു കൂട്ടരും പരസ്പരം അഭിവാദ്യം ചെയ്തുകൊണ്ട് ചുരം മുറിച്ചു കടന്നു. കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ആർഷഭാരത മണ്ണിനെ വിട്ടകലുകയും ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിബറ്റൻ പീഠഭൂമിയിൽ കാൽ പതിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ദിവസങ്ങളോളം പർവ്വതങ്ങൾ കയറിയിറങ്ങി രാജ്യാതിർത്തി മുറിച്ചു കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇതാ പ്രവേശിക്കുന്നു. തീർത്തും പുതുതായ അനുഭവത്തിന്റെ അവിശ്വസനീയത ആസ്വദിക്കുകയാണ് എല്ലാവരും. അത്യന്തം ചെങ്കുത്തായ മലഞ്ചെരിവിൽ പേരിന് മാത്രമുള്ള വഴിയിലൂടെ അതീവ ശ്രദ്ധയോടെയാണ് യാത്രികർ ഇറങ്ങുന്നത്. താഴേക്ക് നോക്കിയപ്പോൾ മഞ്ഞിന്റെ ഒരു പാലാഴി തന്നെ പരന്നു കിടക്കുന്നു. മൂടൽമഞ്ഞിന്റെ മുഖപടം തെല്ലൊന്നു മാറിയതോടെ ഞങ്ങൾക്കായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ അല്പം കൂടി തെളിഞ്ഞു കാണാൻ തുടങ്ങി. വാഹനം നിർത്തിയിട്ട ഭാഗത്തെല്ലാം മഞ്ഞിന്റെ കനത്ത പാളികളാണ്. യന്ത്രസഹായത്താൽ അവ വെട്ടിമാറ്റിയാണ് ഓരോ പ്രാവശ്യവും ഇവിടെ വഴിയൊരുക്കുന്നത്.
ഏതാനും നിമിഷങ്ങൾ കൊണ്ട് പുതിയൊരു ലോകത്ത് എത്തിപ്പെട്ട പ്രതീതിയായിരുന്നു യാത്രികർക്ക്. ബസിന്റെ ഉള്ളിലും പുറത്തുമെല്ലാം ചിത്രലേഖനം ചെയ്ത പോലെ എന്തെന്നും ഏതെന്നും അറിയാത്ത ചൈനീസ് ലിപികൾ. TV സ്ക്രീനിൽ ചൈനീസ് ഭാഷയിൽ അലറി വിളിക്കുന്ന തട്ടുപൊളിപ്പൻ സിനിമ. ബസ്സിൽ വെച്ച് ഓരോരുത്തർക്കും ചൈനീസ് ഗൈഡ് വച്ച് നീട്ടിയ ഒരു ആപ്പിളും ആപ്പിൾ ജ്യൂസ് പാക്കറ്റും അക്ഷരാർത്ഥത്തിൽ മൃതസഞ്ജീവനി തന്നെയായിരുന്നു. കാടും മേടും കടന്ന് പരിഷ്കൃത ലോകത്തെത്തിയ പ്രതീതിയായിരുന്നു എല്ലാവർക്കും. സ്ലേറ്റ് പോലെ മിനുത്ത റോഡിലൂടെ ഞങ്ങളുടെ വാഹനം പതുക്കെ മലയിറങ്ങിക്കൊണ്ടിരുന്നു. അന്തരീക്ഷമർദ്ദത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ചെവികൾക്കുള്ളിലും അനുഭവപ്പെടുന്നുണ്ട്. പുറത്തേക്ക് നോക്കിയാൽ എങ്ങും മഞ്ഞണിഞ്ഞ പർവ്വതങ്ങൾ മാത്രം. അടി ഉയരത്തിൽ കിടക്കുന്ന ലിപുലേഖിൽ നിന്ന് 12,930 അടി ഉന്നതിയിലുള്ള തക്കലക്കോട്ട് എന്ന നഗരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി വന്നിരിക്കുന്നു. പുരാങ് എന്നാണ് തദ്ദേശീയമായി ഈ നഗരം അറിയപ്പെടുന്നത്. കാടും മലയും താണ്ടി വന്നത് ഇത്ര വലിയ ഒരു നഗരത്തിലേക്കായിരുന്നുവെന്നത് ആശ്ചര്യമായി തോന്നി. ഇത് പുലാൻ ഹോട്ടൽ, തക്കലക്കോട്ടിലെ ഞങ്ങളുടെ താമസ സ്ഥലം. ഇതുവരെ ടെന്റിലും മറ്റും കഴിഞ്ഞുകൂടിയ യാത്രികർക്ക് പുലാൻ ഹോട്ടലിൽ ലഭിച്ച സൗകര്യങ്ങൾ ആധുനികവും രാജകീയവുമായിരുന്നു. വസ്ത്രം അഴിച്ചു മാറ്റാൻ പോലും കഴിയാത്ത തണുപ്പിൽ നിന്ന് കുളിക്കാവുന്ന രീതിയിലേക്ക് താപനില താഴ്ന്നിരിക്കുന്നു. എങ്കിലും ഷൂവും ജാക്കറ്റും ഇല്ലാതെ പുറത്തിറങ്ങുക പ്രയാസം. ചൈനീസ് സ്റ്റാൻഡേർഡ് സമയപ്രകാരം വാച്ചിൽ സമയം 2.5 മണിക്കൂർ കൂട്ടിവെച്ചു. രാവിലെ 7 മണിക്ക് ശേഷമാണ് നേരം പുലരുക. അസ്തമയമാകട്ടെ രാത്രി 10 മണിയോടെയും. ഒട്ടേറെ കടകളും നാഗരിക സംവിധാനങ്ങളുമുള്ള പ്രദേശമാണ് തക്കലക്കോട്ട്. എന്നാൽ നഗരത്തിലെ ആളുകൾ നന്നേ കുറവ്. വ്യാപാര സ്ഥാപനങ്ങളിൽ വല്ലപ്പോഴും മാത്രമേ ഉപഭോക്താക്കൾ എത്തിച്ചേരുന്നുള്ളൂ. ഉത്തരാഖണ്ഡിൽ നിന്ന് ചുരമിറങ്ങി വന്നവരും നേപ്പാളികളുമെല്ലാം ഇവിടെ കടകൾ നടത്തുകയും ജോലിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്ന ധാരാളം ഭൂപ്രദേശങ്ങൾ. സ്ഥലം കൊണ്ട് എന്തു ചെയ്യും എന്നറിയാത്ത ഒരു ജനത നമ്മെ സംബന്ധിച്ച് കൗതുകം തന്നെയായിരിക്കും. പഴവർഗ്ഗങ്ങൾ മുതൽ കമ്പിളിത്തരങ്ങൾ വരെ, കളിപ്പാട്ടങ്ങൾ മുതൽ സൂപ്പർ മാർക്കറ്റുകൾ വരെ ഈ തെരുവിൽ കാണാം. എന്നാൽ തെരുവിനെ കൂടുതൽ കീഴടക്കിയിരിക്കുന്നത് ചൈന മൊബൈൽ ഷോപ്പുകളാണ്. ചില ആളുകൾ റോഡരികിൽ ബില്യാർഡ്സ് കളിച്ച് സമയം കൊല്ലുകയാണ്. പടിഞ്ഞാറൻ ടിബറ്റിൽ നഗാരി പ്രവിശ്യയിൽപ്പെട്ട നഗരമാണ് പുരാങ്. വിശാലമായി പരന്നുകിടക്കുന്ന പർവ്വതനിരകൾക്കു മധ്യത്തിൽ കർണാലി നദിയുടെ താഴ്വരയിലാണ് പുരാങ് നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ടിബറ്റൻ വ്യാപാരത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന നഗരമാണ് പുരാങ്. പുരാങ്ങിൽ യാത്രികർക്ക് 1.5 ദിവസത്തെ വിശ്രമത്തിനുള്ള സമയമാണ് ലഭിക്കുക. വിശ്രമം മാത്രമല്ല, വസ്ത്രങ്ങൾ കഴുകി ഉണക്കാനുള്ള അവസരം കൂടിയായി അവരതിനെ ഉപയോഗപ്പെടുത്തി. അക്കാണുന്നതാണ് കൈലാസത്തിലേക്കുള്ള പാത. ആ പാതയിലൂടെ അടുത്ത ദിവസം ഞങ്ങളുടെ വാഹനം യാത്ര തുടരും. രാമലക്ഷ്മണ ക്ഷേത്രമാണ് പുരാങ്ങിലെ ഒരു പ്രധാന ആകർഷണം. ടിബറ്റൻ ശില്പമാതൃകയിൽ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം നീലാകാശത്തിന്റെ പശ്ചാത്തലത്തിൽ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. പുരാങ് എന്ന ഇടത്താവളത്തിലെ വിശ്രമം എല്ലാവർക്കും നഷ്ടപ്പെട്ട ഊർജവും ഉത്സാഹവും തിരികെ നൽകിയിരിക്കുന്നു. ഇനിയാണ് കൈലാസത്തിന്റെയും മാനസ സരസിന്റെയും ദിവ്യഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്.
മാനസ സരോവര പരിക്രമണത്തിനായി യാത്രികർ നാളെ പുറപ്പെടും.